ന്യൂയോർക്ക് നഗരത്തിലെ ലോകപ്രശസ്തമായ ടൈംസ് സ്ക്വയറിൽ നിൽക്കുകയാണ് ഞാൻ. LED പരസ്യ ബോർഡുകൾ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന ഒരു ചത്തുരം. ഈ ഗംഭീര ഹോർഡിങ്ങുകളാണ് ടൈംസ് സ്ക്വയറിനെ ഏറ്റവും ആകർഷകമാക്കുന്നത്. സായന്തനമാകുന്നതേയുള്ളൂ. ഈ സമയത്ത് ജനം ഇവിടേക്ക് ഒഴുകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പരസ്യങ്ങളുടെ ഈ വർണ്ണ പ്രദർശനം കൂടിയാണ്. വലിയ ഹോർഡിങ്ങുകൾ മാത്രമല്ല, പ്രചാരകർ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ചെറു ബോർഡുകൾ വരെയുണ്ട് കാഴ്ചയിൽ. പാതയിൽ സിറ്റി സൈറ്റ് സീയിങ് ബസ്സുകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ടൂറിസ്റ്റുകളുടെ പ്രളയം. ന്യൂയോർക്കിലെ പ്രശസ്തമായ ബ്രോഡ്വേയും 7th അവന്യൂവും സംഗമിക്കുന്നിടമാണ് ടൈംസ് സ്ക്വയർ. വലിയൊരു ഉത്സവ പറമ്പ് പോലെയാണ് ഈ ചത്തുരം. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപമണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പണം പിടുങ്ങുന്നവർ വരെയുണ്ട്. ന്യൂയോർക്കിലെത്തുന്ന സഞ്ചാരികളിൽ വലിയൊരു ഭാഗം സന്ധ്യയാകുന്നതോടെ ടൈംസ് സ്ക്വയറിൽ വന്നു നിറയും. സ്ട്രീറ്റുകളിൽ നിരന്നു നീങ്ങുന്ന അവർക്കിടയിൽ ഹോളിവുഡ് കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞവർ മുതൽ പ്രതിഷേധ സമരക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും യാചകരെയും വരെ കാണാം. വൈവിധ്യമാർന്ന ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളുടെയും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകളുടെയും സുവനീർ കടകളുടെയും കേന്ദ്രം കൂടിയാണിത്. ആഘോഷങ്ങൾക്ക് അവസാനമില്ലാത്ത പൂരപ്പറമ്പ് പോലെയാണ് ടൈംസ് സ്ക്വയർ. ഒരു കഥാപാത്രം ഇതാ, കറുത്ത കണ്ണടയണിഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ $2 നൽകണം. മറ്റു ചിലർ പരസ്യ ബ്രോഷറുകളുമായി, ടൂർ കമ്പനികളുടെ ടിക്കറ്റ് വിൽക്കുന്നവർ, ഒഴിഞ്ഞ ബോട്ടിലുകൾ ശേഖരിച്ച് ജീവിക്കുന്നവർ, ഭിക്ഷയ്ക്കായി ഇരിക്കുന്നവർ, ഇങ്ങനെ പലതരക്കാരായ ജനങ്ങൾ. നേരം 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ജനപ്രളയമായിരിക്കും. ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെയെല്ലാം ചുമരുകൾ LED ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിരവധിയായ ബോർഡുകൾ, LED ടിവിയിൽ കാണുന്നത്ര ഏറ്റവും വ്യക്തതയാർന്ന ചിത്രങ്ങൾ. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് മാത്രമല്ല, ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിലൂടെ അതിന് ഏറ്റവും മിഴിവേകാനും കമ്പനികൾ മത്സരിക്കുകയാണിവിടെ. അനേകം സ്ക്രീനുകളുള്ള ഒരു തിയേറ്ററിലിരുന്ന് ഒരേ സമയം പല സിനിമകൾ കാണുന്ന അനുഭവമാണ് ടൈംസ് സ്ക്വയറിൽ നിൽക്കുമ്പോൾ. ആൾക്കൂട്ടത്തിലൂടെ ഞാൻ നടത്തം തുടർന്നു. 2 വാൾട്ട് ഡിസ്നി കഥാപാത്രങ്ങളിതാ. ഹാർഡ് റോക്ക് കഫേയുടെ ടൈംസ് സ്ക്വയറിലെ ഷോപ്പാണിത്. ലോകത്തെ വൻ നഗരങ്ങളിൽ പ്രശസ്തമായൊരു ചെയിനാണ് ഹാർഡ് റോക്ക്. 1971 ലണ്ടനിൽ ആരംഭിച്ച ഹാർഡ് റോക്കിന് ഇപ്പോൾ പാരീസ്, ബെർലിൻ, ടൊറന്റോ, ലോസ് ആഞ്ചലീസ് തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഷോപ്പുകളുണ്ട്. ടൈംസ് സ്ക്വയറിന്റെ പ്രധാന ഭാഗത്തേക്ക് അടുക്കുന്നതേയുള്ളൂ. 7th അവന്യൂ ആണിത്. അവന്യൂ ബ്രോഡ്വേയുമായി ചേരുന്നിടമാണ് സ്ക്വയറിന്റെ കേന്ദ്രഭാഗം. വലിയ പരസ്യങ്ങൾ പതിച്ച ദേഹവുമായി ഡബിൾ ഡെക്കർ ബസ്സുകൾ ടൂറിസ്റ്റുകളുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ABC ന്യൂസിന്റെ ടൈംസ് സ്ക്വയർ സ്റ്റുഡിയോ ആണ്. അവരുടെ പ്രഭാത പരിപാടിയായ ഗുഡ് മോർണിംഗ് അമേരിക്ക ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പരസ്യങ്ങളുടെ ഒരു സവിശേഷ ലോകമാണ് ടൈംസ് സ്ക്വയർ. ഈ മെലിഞ്ഞ കെട്ടിടം ഇന്ന് നിലനിൽക്കുന്നത് പരസ്യ ബോർഡുകളുടെ പ്രദർശനത്തിനു വേണ്ടി മാത്രമാണ്. ഉള്ളിലെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ആ 25 നില കെട്ടിടമാണ് ലോകത്തെ ഏറ്റവും ചിലവേറിയ പരസ്യ ലൊക്കേഷനുകളിലൊന്ന്. ടൈംസ് സ്ക്വയറിലെ കെട്ടിടങ്ങളെല്ലാം പരസ്യ ബോർഡുകൾക്ക് ഇടം നൽകുന്നതിലൂടെ വൻതുകയുടെ വരുമാനമാണ് ഉണ്ടാക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ എത്രയെത്ര പ്രച്ഛന്നവേഷധാരികളാണെന്ന് കാണുക. വാൾട്ട് ഡിസ്നിയുടേതുൾപ്പെടെ ഒട്ടേറെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. ഈ വേഷങ്ങൾക്കുള്ളിൽ പ്രായമായ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെന്നതാണ് രസകരമായ കാര്യം. ടൈംസ് സ്ക്വയറിൽ ജനപ്രളയം തുടങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഹോണടിയും പുകപടലങ്ങളുമില്ല. വളരെ ശാസ്ത്രീയമായാണ് ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം.
ദ ക്രോസ് റോഡ്സ് ഓഫ് ദി വേൾഡ് എന്നും ദ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നുമൊക്കെ വിശേഷണമുള്ള ചത്തുരമാണ് ടൈംസ് സ്ക്വയർ. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നെത്തുന്ന ആളുകളുടെ ഈ ഒത്തുചേരൽ തന്നെയാണ് ആ വിശേഷണങ്ങൾക്ക് നിദാനം. 1904 ന്യൂയോർക്ക് ടൈംസ് ഇവിടെ ആസ്ഥാനം പണിതതോടെയാണ് ടൈംസ് സ്ക്വയർ എന്ന വിളിപ്പേര് ഉത്ഭവിക്കുന്നത്. 10 വർഷത്തിനു ശേഷം ന്യൂയോർക്ക് ടൈംസ് ആസ്ഥാനം മറ്റൊരിടത്തേക്ക് മാറ്റിയെങ്കിലും ടൈംസ് സ്ക്വയർ എന്ന പേര് ഇന്നും നിലനിൽക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭകാലത്ത് ന്യൂയോർക്കിലെ തിയേറ്റർ ഡിസ്ട്രിക്റ്റായിരുന്നു ടൈംസ് സ്ക്വയർ. അങ്ങനെ ധാരാളം ജനം ഈ തെരുവിലേക്ക് എത്താൻ തുടങ്ങിയപ്പോഴാണ് കെട്ടിടങ്ങൾക്ക് മേൽ പരസ്യ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. 1929 ഇവിടെ ആദ്യ ഇലക്ട്രോണിക് റണ്ണിംഗ് ബോർഡ് സ്ഥാപിതമായത്. അതിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വാചകം ഹെർബർട്ട് ഹൂവർ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു. ബാറ്റ്മാൻ സിനിമയിലെ കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട്. അവരെ പിന്നിട്ട് സ്ക്വയറിലെ അനവധിയായ ബിൽ ബോർഡുകളുടെ കാഴ്ചയിലൂടെ നടക്കുകയാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഇവിടെ അഴിക്കൂടിനുള്ളിൽ ഒരു മനുഷ്യനെ അടച്ചിട്ടിരിക്കുന്നത് കാണുന്നത്. സംഗതി എന്തെന്നറിയാൻ ഞാൻ അതിനടുത്തേക്ക് ചെന്നു. ചൈനയിൽ രാഷ്ട്രീയ തടവുകാരനായി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഡോക്ടർ വാങ് ബിങ് സാങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു പരിപാടിയാണിത്. അഴിക്കുള്ളിലുള്ളയാൾ എനിക്കും ഒരു പ്രചാരണ പോസ്റ്റ് കാർഡ് തന്നു. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള 2 രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലെ നേതാവാണ് ഡോക്ടർ വാങ്. 11 വർഷമായി ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ മോചനത്തിന് ലോക പിന്തുണ നേടുന്നതിനുള്ള പരിപാടിയാണിത്. ചൈനയിലെ പ്രശ്നത്തിന്റെ പേരിൽ പോലും അമേരിക്കയിൽ പ്രതിഷേധത്തിന് അവസരമുണ്ട്. വീണ്ടും നടക്കുമ്പോൾ ഇതാ ഇവിടെ 2 പേർ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ രൂപമണിഞ്ഞ പുരുഷന്മാരാണ്. നല്ല ഉയരമുള്ള പ്രതിമകൾ. അവർ ഒരാളെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. ആദ്യം അമേരിക്കൻ പതാക കഴുത്തിൽ ചാർത്തും. കയ്യിലൊരു പന്തം പിടിപ്പിക്കും. പ്രശസ്തമായ ആ കിരീടമണിയിക്കും. ഒരു സ്റ്റാച്യു പ്രത്യേക പോസിൽ നിൽക്കും. മറ്റേയാൾ മറ്റൊരു പതാക വിടർത്തിപ്പിടിച്ച് പോസ് ചെയ്യുകയായി. ഇതിലൂടെ $5 ഇരുവർക്കുമായി ലഭിക്കുന്നു. LED ബോർഡുകളുടെ ഒടുങ്ങാത്ത നിരകൾ. അതിനു ചുവട്ടിൽ ഓപ്പൺ എയർ റെസ്റ്റോറന്റുകൾ, നിരത്തിയിട്ട വട്ടമേശകളും കസേരകളും. പാതയോരത്തെ റെസ്റ്റോറന്റുകളിൽ നിന്നും ഭക്ഷണം വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ടൈംസ് സ്ക്വയറിന്റെ വടക്കേ കോണിലേക്കാണ് ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. ഡുഫി സ്ക്വയർ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഒരു പ്രതിമയും അതിനു പിന്നിൽ ചുവന്ന നിറത്തിലുള്ള പടവുകളുമൊക്കെ ഇവിടെ കാണാം. ഫാദർ ഡുഫിയുടെ പ്രതിമയാണിത്. അമേരിക്കൻ സൈനികനും റോമൻ കാത്തലിക് വൈദികനും യുദ്ധരംഗത്ത് സൈനികരുടെ പുരോഹിതനുമായിരുന്നു ഫാദർ ഡുഫി. പടവുകളിൽ ഒന്നിലിരുന്ന് നവദമ്പതികൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. വിവാഹശേഷം ടൈംസ് സ്ക്വയറിലെത്തി ഫോട്ടോകൾ എടുക്കുന്നത് ഇവിടുത്തുകാരുടെ പതിവാണ്. ടൈംസ് സ്ക്വയറിലൂടെ നടന്നു ക്ഷീണിക്കുന്നവർ തെല്ലുനേരം വിശ്രമത്തിനിരിക്കുന്നിടമാണ് TKTS എന്നറിയപ്പെടുന്ന പൗലിയൻ. ടൈംസ് സ്ക്വയറാണ് ന്യൂയോർക്കിലെ ഏറ്റവും തിരക്കേറിയ ഭാഗം. അവിടെ തിരക്കേറിയ റോഡിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചുംബനവുമായി ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ് ദമ്പതികൾ. ഈ രസമുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് ഞാൻ. ഇതാണ് ടൈംസ് സ്ക്വയറിന്റെ ഒരു ഏകദേശ രൂപം. ഞാൻ അതിലൂടെ കുറച്ചുനേരം ചുറ്റി നടന്നു. LED വാളുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുമ്പോൾ മറ്റൊരു ലോകത്തെത്തിയ അനുഭവമാണ്. പരസ്യത്തിനു വേണ്ടി സ്ഥാപിച്ചവയാണെങ്കിലും ഈ വാളുകൾ കാണുന്നതിനു വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന ധാരാളം ആളുകളുണ്ട്. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തവയാണ് മിക്ക പരസ്യങ്ങളും. ഓരോ പരസ്യത്തിന്റെയും കാഴ്ചയിൽ അത്ഭുതം പൂണ്ടു നിൽക്കുന്ന ധാരാളം ആളുകളെ ഇവിടെ കാണാം. സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ടൈംസ് സ്ക്വയറിൽ. ന്യൂയോർക്കിലെ സ്മോക്ക് ഫ്രീ ഏരിയയാണിത്. ഇവിടെ വെച്ച് പുകവലിയുടെ പേരിൽ പിടിക്കപ്പെട്ടാൽ $50 പിഴ ഒടുക്കേണ്ടി വരും. ടൈംസ് സ്ക്വയറിൽ നിന്നും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ്. നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഉറക്കമിളച്ച് ലോസ് ആഞ്ചലസിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയിലായിരുന്നു. ജമൈക്കയിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഇതുവരെ ചെക്ക് ഇൻ ചെയ്തിട്ടുമില്ല. പെൻ സ്റ്റേഷന്റെ ഭാഗമായ ലോങ് ഐലൻഡ് റെയിൽ റോഡ് സ്റ്റേഷനിലെത്തി. ലോങ് ഐലൻഡിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി വേണം എനിക്ക് ജമൈക്കയിൽ ഇറങ്ങാൻ. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ജമൈക്കയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ കിട്ടി. ഓഫീസ് വിട്ടു പോകുന്നവരുടെ തിരക്കുള്ള കമ്പാർട്ട്മെന്റ്. ഭൂഗർഭ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങിത്തുടങ്ങി.
ഈസ്റ്റ് റിവറിന്റെ അടിയിലെ തുരങ്കത്തിലൂടെയാണ് ഈ റെയിൽപാത കടന്നു പോകുന്നത്. ഈസ്റ്റ് റിവർ കടന്ന് ബ്രൂക്ലിൻ ബറോയിലെത്തണം. ബ്രൂക്ലിനിലെ നഗരഭാഗമാണ് ജമൈക്ക. ബ്രൂക്ലിൻ ബറോയിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാൻഹാട്ടന് പുറത്തുള്ള വലിയൊരു ജനവാസ കേന്ദ്രമാണ് ബ്രൂക്ലിൻ. ധാരാളം മലയാളികളും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരുമൊക്കെ താമസിക്കുന്ന പ്രദേശമാണിത്. ബ്രൂക്ലിൻ ഒരു സുന്ദര പ്രദേശമൊന്നുമല്ല. ധാരാളം അപ്പാർട്ട്മെന്റുകളൊക്കെ ഇടയ്ക്ക് കാണാം. ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരേന്ത്യയുടെ രൂപഭാവങ്ങളാണ് ബ്രൂക്ലിൻ്റെ പല ഭാഗങ്ങൾക്കുമെന്ന് തോന്നും. പക്ഷേ ഹൈവേയിലൂടെ പോകുമ്പോൾ കാണാനാവുക നല്ല വൃത്തിയും ഭംഗിയുമുള്ള നഗരഭാഗങ്ങളാണ്. ജമൈക്ക ഭാഗത്തുകൂടിയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാഴ്ചകൾ വിരസമാണ്. പൊലിമയില്ലാത്ത കെട്ടിടങ്ങൾ, വികൃതമായി ചുവരെഴുത്തു നടത്തിയ മതിലുകൾ. ജമൈക്ക സ്റ്റേഷനെത്തുന്നു. പുറത്ത് റോഡുകൾ അതിവിശാലമാണ്. പക്ഷേ റെയിൽവേ ട്രാക്കുകളും പരിസര കാഴ്ചയും ഒട്ടും രസകരമല്ല. ജമൈക്ക സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ ഇറങ്ങി. നേരം 5:30 കഴിഞ്ഞതേയുള്ളൂ. ഇവിടെ നിന്നും അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ JFK എയർപോർട്ടിലേക്കുള്ള എയർ ട്രെയിൻ കിട്ടും. വിശാലമാണ് ജമൈക്കയുടെ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഈ തെരുവിലൂടെ മുന്നോട്ട് നടന്നാൽ ഞാൻ മുറിയെടുത്തിരിക്കുന്ന ക്വാളിറ്റി ഇൻ ഹോട്ടലിലെത്താം. വലിയ വൃത്തിയൊന്നുമില്ലാത്ത തെരുവുകൾ. ഒരിടത്തെത്തുമ്പോൾ കോഴിക്കാഷ്ടത്തിൻ്റെ അസഹ്യമായ ഗന്ധം മൂക്കു തുളച്ചു കയറുന്നു. ഈ കെട്ടിടമാണ് അതിൻ്റെ ഉറവിടം. കോഴി വിൽക്കുന്ന കടയാണ്. ധാരാളം മുസ്ലിങ്ങളുള്ള പ്രദേശമാണ് ജമൈക്ക. അതിനാൽ ഹലാൽ ചിക്കനും മീറ്റുമൊക്കെ വിൽക്കുന്ന കടകൾ ഇവിടെയുണ്ട്. ഇതാണ് ക്വാളിറ്റി ഇൻ ഹോട്ടൽ. രാവിലെ ഇവിടെ വന്ന് ബാഗുകളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മാൻഹാട്ടനിലേക്ക് പോയത്. വളരെ നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. നാളെ പുലർച്ചെ 5 മണിക്ക് എനിക്ക് വാഷിംഗ്ടണിലേക്ക് പോകണം. അതിനാൽ ഇന്ന് നല്ലതുപോലെ ഒന്നുറങ്ങിയാലേ പറ്റൂ. 314 നമ്പർ മുറി. ചെറുതെങ്കിലും സൗകര്യങ്ങളെല്ലാമുള്ള മുറി. ന്യൂയോർക്കിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിലാണെങ്കിൽ ഇത്തരമൊരു മുറിക്ക് 25,000 രൂപയെങ്കിലും നൽകണം. ഇവിടെയാകുമ്പോൾ വെറും 5,000 രൂപയ്ക്ക് തുല്യമായ തുകയേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഈ നിലവാരമുള്ള മുറിക്ക് 5,000 രൂപ എന്നത് ഇവിടെ ഏറ്റവും ലാഭകരമായ നിരക്കാണ്. ജാലകത്തിലൂടെ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാം. പക്ഷേ റോഡിലൂടെ കുറച്ചു ദൂരം നടന്നാലേ അവിടെയെത്തൂ. ഞാൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിന് പുറത്തിറങ്ങി. കുറച്ച് ഭക്ഷണം വാങ്ങുക എന്നതാണ് ലക്ഷ്യം. ഈ പരിസരത്തൊന്നും റെസ്റ്റോറൻറ്റുകളില്ല. കുറച്ചു ദൂരം നടന്നപ്പോൾ ഡെലി ആൻഡ് ഗ്രിൽ എന്നൊരു സ്ഥാപനം കണ്ടു. പലചരക്ക് സാധനങ്ങളും പാക്ക് ചെയ്ത ഭക്ഷണവും കിട്ടുന്ന ഇടമാണ്. അവിടെ നിന്നും അല്പം ഭക്ഷണം വാങ്ങി മുറിയിലേക്ക് തിരികെ നടന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ ഉണർന്നു. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. വിജനമായ പാതയിലൂടെ നടപ്പ് തുടങ്ങി. പാതയിലൊന്നും ഒരു വാഹനം പോലുമില്ല. പെൻ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോകേണ്ടത്. അവിടേക്കുള്ള ട്രെയിൻ ട്രാക്ക് 2-ൽ വരുമെന്നാണ് അറിയിപ്പ്. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരവും ഏറെക്കുറെ വിജനം. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ എത്തി. ലോങ് ഐലൻഡ് റെയിൽ റോഡ് ഫെസിലിറ്റിയുടെ ഭാഗമായ തിളങ്ങുന്ന ട്രെയിൻ. മെട്രോ റെയിലിൻ്റെ മറ്റൊരു പതിപ്പാണിത്. ഞാൻ അകത്തു കയറി. എക്സാമിനർ ടിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. ഏതു കോച്ചിലും ടിക്കറ്റ് എക്സാമിനർമാർ കൃത്യതയോടെ അവരുടെ ജോലി നിറവേറ്റുന്നത് ഇവിടെ കാണാം. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന പലരും ട്രെയിനിലിരുന്നാണ് ഉറക്കം. നേരം 5 മണി കഴിഞ്ഞിട്ടേയുള്ളൂ.
എങ്കിലും ഈ സമയത്തും ട്രെയിനിന്റെ എല്ലാ സീറ്റും നിറഞ്ഞ ആളുണ്ട്. മാൻഹാട്ടനിലെ പല സ്ഥാപനങ്ങളിലേക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളാണിത്. പെൻ സ്റ്റേഷനിൽ ഞാൻ ട്രെയിനിൽ നിന്നിറങ്ങി സ്റ്റേഷൻ ബിൽഡിംഗിലൂടെ പുറത്തേക്ക് നടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം ഒഴിഞ്ഞുകിടക്കുന്നു. 7th അവന്യൂവിലേക്ക് കയറുന്ന എസ്കലേറ്റർ വഴി ഭൂഗർഭ സ്റ്റേഷനിൽ നിന്നും മുകളിലേക്ക് നീങ്ങി. സമയം 6 മണിയാവുന്നതേയുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറോളം ട്രെയിനിൽ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ട്രീറ്റിലേക്കെത്തുമ്പോൾ ഇവിടം തീരെ വിജനമൊന്നുമല്ല. ബസ്സുകൾ ഓടിത്തുടങ്ങിയിരിക്കുന്നു. ടാക്സികളും ചില ഡെലിവറി വാനുകളുമൊക്കെ നിരത്തിൽ കാണാം. സ്ട്രീറ്റ് വൃത്തിയാക്കുന്നവർ അവരുടെ ജോലിയുടെ അവസാന പാദത്തിലാണ്. ഇതാണ് കണ്ടുപഠിക്കേണ്ട മാതൃക. ഭൂമിക്കടിയിലൂടെ പോകുന്ന സ്റ്റീം പൈപ്പുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ താൽക്കാലികമായി സ്ഥാപിക്കുന്ന വെന്റുകളാണ് അത്. പാർക്ക് അവന്യൂവും 41ാം സ്ട്രീറ്റും ചേരുന്നിടത്തെ ബസ് സ്റ്റോപ്പിൽ എത്താനാണ് ടൂർ കമ്പനി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടം ലക്ഷ്യമാക്കി നടത്തം തുടർന്നു. അവന്യൂകളും സ്ട്രീറ്റുകളും ക്രോസ് ചെയ്തുള്ള നടത്തം. അമ്പരച്ചുംബികളിലെ ജാലകപ്രകാശം മാനത്തെ നക്ഷത്രങ്ങൾ പോലെ തോന്നിച്ചു. ഇവിടെ ഒരു സവിശേഷ മന്ദിരമുണ്ട്. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറി ബിൽഡിംഗ് ആണിത്. മാൻഹാട്ടൻ മിഡ് ടൗണിലെ ഒരു ചരിത്ര മന്ദിരം. ഒടുവിൽ 41ാം സ്ട്രീറ്റ് കണ്ടുപിടിച്ചു. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം ബസ് സ്റ്റോപ്പിലെത്താൻ. മാനമുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ പ്രഭാതകിരണങ്ങൾ പടരുന്ന ആകാശക്കീറ് കാണാം. ഇനിയും ഉണർന്നിട്ടില്ലാത്ത തെരുവിലൂടെ നടന്ന് പെർഷിംഗ് സ്ക്വയറിലെത്തി. ഏതാണ്ട് ഈ ഭാഗത്താണ് ടൂർ കമ്പനി പറഞ്ഞിരിക്കുന്ന സ്ഥലമെന്നറിയാം. പക്ഷേ ആ ബസ് സ്റ്റോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ് ഇനിയുള്ള ദൗത്യം. ഞാൻ ആ സ്ക്വയറിലൂടെ ഒന്ന് ചുറ്റി നടന്നു. ഇതിവിടുത്തെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലാണ്. 1913 പണിത കെട്ടിടം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നെറുകയിൽ ദീപാലങ്കാരവുമായി നിൽക്കുന്ന ക്രൈസ്ലർ ബിൽഡിംഗ് കാണാം. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് മുൻപ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഇതായിരുന്നു. 11 മാസക്കാലത്തേക്ക് മാത്രം ലഭിച്ച ഖ്യാതിയായിരുന്നു അത്. പാർക്ക് അവന്യൂവും 41ാം സ്ട്രീറ്റും സംഗമിക്കുന്ന ഇടം ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ കുറച്ചുപേർ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ചില സൈക്കിൾ സവാരിക്കാർ വിളക്കുകാലിൽ സൈക്കിൾ പൂട്ടിവെച്ചു പോകുന്നു. അങ്ങനെ നിൽക്കെ എനിക്ക് പോകേണ്ട ബസ് വന്നെത്തി. അതിൽ കയറി. ഒരു അപ്പൂപ്പനാണ് ബസ്സിലെ ഗൈഡ്. അയാൾ യാത്രയെക്കുറിച്ച് ഒരു ആമുഖ വിവരണം തന്നു. ബസ് പുറപ്പെടുകയാണ്. കൃത്യം 7 മണിക്ക് വാഷിംഗ്ടണിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനി ഹഡ്സൺ നദിയുടെ അടിയിലൂടെയുള്ള ടണൽ കടന്ന് മാൻഹാട്ടനെ പിന്നിലാക്കണം. പാലം കടന്നോ ടണൽ താണ്ടിയോ വേണം മാൻഹാട്ടനിൽ നിന്ന് പുറത്തു കടക്കാൻ. വളവും തിരിവുമില്ലാത്ത മാൻഹാട്ടന്റെ വിശാല വീഥി. ഗൈഡ് അപ്പൂപ്പന്റെ പേര് മൈക്കിൾ എന്നാണ്. ഇനിയുള്ള 2 മണിക്കൂർ യാത്രക്കാർക്ക് ഉറങ്ങാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോഴേക്കും ബസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സൗകര്യമുള്ള ഒരിടത്തെത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കയറുമ്പോഴാണ് ഔദ്യോഗികമായി ടൂർ തുടങ്ങുക എന്നും ഇദ്ദേഹം പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലൂടെയാണ് കടന്നുപോകുന്നത്. ലൈബ്രറി പരിസരത്തെ ചെറിയ ഉദ്യാനമാണിത്. El Lincoln Tunnel fue inaugurado en el año de 1934. ഇത് ടൈംസ് സ്ക്വയറിന്റെ ഒരു ഭാഗമാണ്. അത് കടന്ന് ഇനി ലിങ്കൺ ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. ഹഡ്സൺ നദിക്കടിയിലൂടെ പണിത 2.5 കിലോമീറ്ററോളം നീളമുള്ള ഒരു തുരങ്കപാതയാണിത്. 1937 $8.5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ടണൽ ഇന്നത്തെ മൂല്യം വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം $148 കോടി. വെറും 3 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായതെന്നോർക്കണം. മറ്റൊരു ടണൽ ഇതിന് സമാന്തരമായുണ്ട്. 3/4 നൂറ്റാണ്ട് മുൻപ് 2 തുരങ്കങ്ങളിലൂടെ ഒരു നദിയെ മറികടക്കുന്ന ഗതാഗത അത്ഭുതം നിർമ്മിച്ച ഭാവനയെ വണങ്ങാതെ വയ്യ. ഇപ്പോൾ പ്രതിദിനം 1,80,000 മോട്ടോർ വാഹനങ്ങളാണ് ഈ തുരങ്കപാതയിലൂടെ കടന്നുപോകുന്നത്. യുഎസിന്റെ ഏറ്റവും പ്രമുഖ സംസ്ഥാനങ്ങളായ ന്യൂയോർക്കിനെയും ന്യൂജേഴ്സിയെയും കൂട്ടിയിണക്കുകയാണ് ലിങ്കൺ ടണൽ. ഈ ടണലിന്റെ മുകളിലൂടെ ഹഡ്സൺ നദി ഒഴുകുകയാണെന്നോർക്കണം. ഇന്നലെ ഞാൻ ബോട്ടിൽ സഞ്ചരിച്ച ഹഡ്സൺ നദി. ചെറിയൊരു കയറ്റവുമായി ടണൽ സൂര്യപ്രകാശത്തിലേക്ക് തുറക്കുകയാണ്.
കയറിയെത്തിയിരിക്കുന്നത് ന്യൂജേഴ്സി സ്റ്റേറ്റിലേക്കാണ്. Frank Sinatra, born and raised here. So is John Travolta and others. But in the moment, ന്യൂയോർക്കിന്റെ സഹോദര നഗരമാണ് ന്യൂജേഴ്സി എന്ന് പറയാം. ഹഡ്സൺ നദിക്കപ്പുറം അതാ ന്യൂയോർക്ക് നഗരം. മാനത്തെ തൊടാൻ വെമ്പുന്ന അമ്പരചുംബികൾക്കപ്പുറം സൂര്യൻ ഉദിച്ചുയരുകയാണ്.